ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തത്. അദ്ദേഹത്തെ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി, MLA സ്ഥാനത്തു നിന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു പാർട്ടിക്ക് ഇതിൽ കൂടുതൽ എത്തിക്കാൻ പറ്റും? അതേപോലെ ഒരു വ്യക്തിയാണ്. വ്യക്തി തെറ്റിയായിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇടതുമുന്നണിയിൽ പക്ഷേ സമാനമായ കേസുകളിലുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഒരു പ്രയാസമില്ലാതെ നടക്കല്ലേ. അതിനെപ്പറ്റി ആരും ചോദിക്കുന്നില്ലല്ലോ. രാഹുൽ മാക്കൂട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഞങ്ങളെ ബാധിക്കില്ല. ഇതൊരു വ്യക്തിയുടെ പ്രശ്നമാണ്. ശബരിമല എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ പ്രശ്നമാണ്. അതൊരു സംശയമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ. അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഒന്നി ഗവർണറെ പിടിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിക്കും. ഇങ്ങനെ അന്തരീക്ഷം മാറ്റിയെടുക്കും. അത് അവരുടെ സ്ഥിരം പണിയാണ്. അല്ല, എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഇപ്പം കേസ് എടുത്തു, അന്വേഷിക്കട്ടെ. എൻ്റെ നിജസ്ഥിതി എന്താണെന്നും നിയമാനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പറയുന്നു. ഈ സന്ദീപ് വാര്യരുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ പേരിൽ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട്. അതിന് പിന്നാലെ ഈ അതിജീവിതയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ചെയ്യുന്ന സാഹചര്യം ഈ സൈബർ പലപ്പോഴും ഈ കോൺഗ്രസിന്റെ സൈബർ മേഖല വല്ലാണ്ട് അതിലൊഴുകി അല്ലെങ്കിൽ അതിജീവിത അവമാനിക്കുന്ന ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങളാരും ആരെയും ഒരു അതിജീവിതയെ ഞങ്ങളാരും അവമാനിച്ചിട്ടില്ല. ഈ സന്ദീപായ പെൺകുട്ടിയുടെ പഴയ കണ്ടിട്ട് അത് ആ കുട്ടിയുടെ പഴയ കല്യാണത്തിന് നോക്കിയിട്ടുണ്ടോ? ഈ കോൺഗ്രസിന്റെ സൈബർ ആളുകളാണ് കാണുന്നത്. ആ ചിത്രം വ്യാപകമായി ആശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും കമന്റ് എടുത്ത് നമുക്കിപ്പോൾ നിലക്കാൻ പറ്റും? ഇപ്പം എല്ലാ ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടുകൂടി എല്ലാവരും ഇപ്പം റിപ്പോർട്ടർമാരാണ്, എഴുത്തുകാരാണ്. നമുക്കിപ്പോൾ എവിടെയും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഏതൊരാൾ ഇപ്പം ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സന്ദീപ് വാര്യരോട് ചോദിക്കണം, എനിക്കറിയുന്ന കാര്യമില്ല. അത് നിങ്ങൾ സന്ദീപ് വാര്യരോട് ചോദിച്ചോ. ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല. അല്ല, കോടതി നടപടികൾ വരട്ടെ. കോടതി വസ്തുതകൾ പരിശോധിക്കട്ടെ. പരിശോധിച്ച് കഴിഞ്ഞ ശേഷം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തത്. അപ്പോൾ ആ കോടതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് പാർട്ടി കൂട്ടായിട്ട് ആലോചിക്കും. അതല്ല, അതായത് ഇതിന് മുമ്പ് ഈ രാഹുൽ വിഷയം വരുന്നതിന് മുമ്പ് കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന, അതായത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിനുള്ള വലിയ വികാരം ഉണ്ടായിരുന്ന ഒരു ഘട്ടം. പക്ഷെ അതിനെ ഒന്ന് താഴ്ത്താനായിട്ട് ഒരിക്കലുമില്ല. അത് താഴ്ത്താൻ അവർക്ക് കഴിയില്ല. കാരണം ജനങ്ങളുടെ അനുഭവമാണ്, 10 വർഷത്തെ ജനങ്ങളുടെ അനുഭവമാണ്. അതിപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതങ്ങനെ മാഞ്ഞു പോകുന്നൊന്നും അല്ലല്ലോ. അതിനുള്ള ശ്രമം CPM നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇല്ല, ഏറ്റവും കുറവാണ്. ഉദാഹരണം, കോഴിക്കോട് ജില്ലയിൽ 3 റിവലുകൾ, മലപ്പുറം ജില്ലയിൽ 5-ൽ താഴെ. എല്ലാ ജില്ലയും ഞങ്ങൾ പരിശോധിക്കുകയാണ്, വളരെ കുറവാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസിന് കൂടുതൽ ഐക്യവും വളരെ നല്ല നിലയിലുമാണ് പ്രവർത്തിച്ചു വന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു തർക്കവുമില്ലാതെ, നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇവർ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയില്ലേ? അല്ല, അതൊക്കെ സ്വാഭാവികമാണ്. അവർക്ക് ടിക്കറ്റ് ആവശ്യപ്പെടും. നമുക്കിപ്പോൾ ഒരാൾക്കെല്ലാം കൊടുക്കാൻ പറ്റും. അറിയിക്കുന്ന ധാരാളം ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും പലപ്പോഴും ലോക്കൽ കൺസിഡറേഷൻസും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ചിലർക്ക് ടിക്കറ്റ് ഉണ്ടാവാതിരിക്കും.
അതൊന്നും ഒരു മനഃപൂർവ്വമായ കാര്യമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ കാര്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നല്ല ആത്മവിശ്വാസം UDF-നുണ്ട്, കോൺഗ്രസിനുണ്ട്. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. SIR ഇപ്പം നീട്ടിയല്ലോ, ഒരാഴ്ച കൂടെ നീട്ടിയല്ലോ. SIR കേരളത്തിൽ നമുക്ക് ഗുണം ചെയ്യും. കാരണം CPM-ന്റെ ഈ കള്ളയോട്ടൊക്കെ ഒന്ന് മാറി കിട്ടും. ഈ വീക്ഷണം പത്രത്തിനകത്തൊരു മുഖപ്രസവം വന്നിട്ടുണ്ട്. ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയേണ്ടി അതിനകത്ത് എന്താണ് അഭിപ്രായം? അത് വീക്ഷണം കാണിച്ചത് ശരിയല്ല, ഏറ്റവും ശരിയല്ല. അതിനോട് അതിൻ്റെ MD തന്നെ, ജേസൺ ജോസഫ് തന്നെ അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് പാടില്ലാത്തതായി. ഞാൻ പിന്നെ അവസാനിപ്പിച്ചാലും ചോദ്യങ്ങളില്ലെങ്കിൽ. അതിനെന്താ സംശയം? ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്. ഇല്ല, പുള്ളി അങ്ങനെ സംശയിക്കണ്ട. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും. അദ്ദേഹത്തിന്റെ സംശയത്തിന് യാതൊരു അടിസ്ഥാനവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശശി തരൂർ ഒരു പാർട്ടി നേതാവ് മാത്രമല്ല. അദ്ദേഹം ഒരു ചിന്തകനാണ്, അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അങ്ങനെ അതിനെ കണ്ടാൽ മതി. അദ്ദേഹം ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അമേരിക്കയിൽ 2 ദിവസം കൊണ്ട് വ്യവസായങ്ങൾ രൂപപ്പെടും, പുരോഗതി ഉണ്ടാകും. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അത് സത്യമാണ്. ഇവിടെ അസംബ്ലിക്കകത്ത് മന്ത്രി രാജീവ് പറഞ്ഞു 2 ലക്ഷം വ്യവസായം തുടങ്ങിയത്. ചായക്കട, കാപ്പിക്കട, ബാർബർ ഷാപ്പ്, ബുട്ടിക്ക്, ഇതൊക്കെയായിരുന്നു. അതിൻ്റെ 50% പൂട്ടി. 50% പൂട്ടിപ്പോയി. എന്തൊരു ബഹളമായിരുന്നു. താലൂക്കിലെ ഇൻഡസ്ട്രീസ് ഓഫീസർമാർ വന്ന് എല്ലാവരുടെയും കണക്കെടുക്കുക. മാടക്കട എത്ര തുടങ്ങി, എത്ര ബുട്ടിക്ക് തുടങ്ങി, എത്ര പലചരക്ക് കട തുടങ്ങി. ഇതെല്ലാം വ്യവസായത്തിന് കീഴിലാക്കിയിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ അങ്ങ് മാറ്റി. വ്യവസായം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ അങ്ങ് മാറ്റി വെച്ച് നാട്ടിൽ കാണുന്ന എല്ലാ പലചരക്ക് കടകളും, ബുട്ടിക്കും, ബാർബർ ഷാപ്പും, ടീ ഷോപ്പുകളും ഒക്കെ വ്യവസായമാക്കി. ഇപ്പം എന്താ സ്ഥിതി? പകുതിയിലേറെ പൂട്ടി. ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും നഷ്ടത്തിൽ പോവുക. അതിലൂടെ ചെയ്യാൻ പരമ്പരാഗത വ്യവസായം, കയർ, കൈത്തറി, കശുവണ്ടി തകർന്ന് തരിപ്പണമായി. അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. ഇദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കുന്നതാണ്. എന്നാ പിന്നെ